എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ നിന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. കുറേ പേര് എനിക്ക് നോട്ടിഫിക്കേഷൻ അയച്ചു തന്നിട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ അസിസ്റ്റന്റ് മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത്. അസിസ്റ്റന്റ് മാനേജറിലേക്ക് 15 വേക്കൻസിയും ടെക്നിക്കൽ സൂപ്പർവൈസറിലേക്ക് 5 വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മൈസൂർ, ചെന്നൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, മുംബൈ, പാറ്റ്ന, കൊച്ചി, വിശാഖപട്ടണം തുടങ്ങിയ പ്ലേസുകളിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ഇതൊരു ഡെപ്യൂട്ടേഷൻ റിക്രൂട്ട്മെൻ്റ് ആണ്. 23 മെയ് 2026 വരെ നമുക്ക് റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് സർവീസിൽ, പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തവർക്ക് മാത്രമേ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതും 5 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്ന അസിസ്റ്റന്റ് മാനേജറിലേക്ക്. കൂടാതെ ബാച്ചിലർ ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ സയൻസും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സയൻസും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അടുത്ത പോസ്റ്റ് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. ഇത് 6 വർഷത്തെ സർവീസ് ഉണ്ടായിരിക്കണം പോസ്റ്റ് ഓഫീസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് സർവീസിൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ആണ്. അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി 1 വർഷത്തെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഈ റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. കൂടാതെ ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ. സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. നല്ലൊരു അവസരമാണ്. 23/5/2026 23 മെയ് 2026 വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയ ശേഷം അപേക്ഷിക്കാൻ പറ്റുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക. താങ്ക്